ആഴ്ച ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. ഡൽഹി, മുംബൈ, രാജസ്ഥാൻ. പക്ഷെ പ്രധാന പ്രശ്നം ട്രാവലിനേക്കാളും ഈ ബുക്കിംഗ് ആണ്, റൂം ബുക്കിംഗ്. അതായിരുന്നു ഒരു 10-15 വർഷം മുന്നേ വരെയുള്ള പ്രശ്നം. പക്ഷെ ഇപ്പൊ റിതേഷ് അഗർവാൾ ഒരു 15 വർഷം മുന്നേ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ആ പ്രശ്നമില്ല. അവൻ ആ കമ്പനി തുടങ്ങിയതുകൊണ്ടാണ് നമ്മളൊരു മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാർ മൊത്തം റൂം ബുക്കിംഗ് എന്നുള്ളത് ഒരു ഓൺലൈൻ സെറ്റപ്പിലേക്ക് മൊത്തത്തിൽ മാറിയത്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ എല്ലാവർക്കും? ഓയോ നോട്ട് ചെയ്യാനല്ല ഓയോ. ആക്ച്വലി ഓയോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ബിസിനസ് ട്രാവലേഴ്സിനും എല്ലാവർക്കും. ഓയോ എന്നുള്ള വാക്കിന്റെ അർത്ഥം എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. അതിന്റെ മേജർ അർത്ഥമാണ് ഓൺ യുവർ ഓൺ. എന്നുവെച്ചാൽ നിങ്ങളുടെ റൂം നിങ്ങൾക്ക് തന്നെ ബുക്ക് ചെയ്യാം. അതല്ലാതെ വേറൊരു ട്രാവൽ പാർട്ട്ണറിന്റെയോ വേറൊരു തേർഡ് പേഴ്സന്റെ ആവശ്യമില്ല. അതായിരുന്നു ഓയോയുടെ ഹോൾ കൺസെപ്റ്റ്. പക്ഷെ 20 വയസ്സിൽ ഈ വലിയ ബില്യണറായ റിതേഷ് അഗർവാളിന് ഈ ഐഡിയ എങ്ങനെ കിട്ടിയെന്നറിയാം. കാരണം നമ്മളിപ്പോ മൊത്തത്തിലുള്ള ഏത് ഒരു ബിസിനസ് മാനെ നോക്കിയാലും ഏറ്റവും ചെറിയ പ്രശ്നം എങ്ങനെയാണോ ഒരാൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന അയാളാണ് ഏറ്റവും നല്ല ബിസിനസ്സുകാരൻ. അപ്പൊ അങ്ങനെയാണ് ഇവന് ഈ ഐഡിയ കിട്ടിയത്. റിതേഷിന് എപ്പോഴോ പോയപ്പോ ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. കാരണം അവിടെ ചെന്നപ്പോ അവർ ചെക്ക് ഇൻ ചെയ്യിച്ചില്ല. അങ്ങനെ എന്തോ പ്രശ്നം വന്നപ്പോഴാണ് പുള്ളി ആലോചിച്ച് വൈ ഡോണ്ട് വി കൺവേർട്ട് ഇറ്റ് ഇൻടു ഓൺലൈൻ. അങ്ങനെയാണ് ഓയോടെ ഇത്. പക്ഷെ ഏതൊരു പരിപാടി തുടങ്ങണമെങ്കിൽ കാശ് വേണ്ടേ? ഈ പുള്ളിയും അങ്ങനെ നമ്മളൊക്കെ പോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ് സെറ്റപ്പ് ആയിരുന്നു പുള്ളി. പക്ഷെ മൂപ്പര് എന്ത് ചെയ്ത് ഈ വെർച്വൽ ക്യാപിറ്റലിസ്റ്റ് ഒരു ഫെലോഷിപ്പ് ഉണ്ട്, റിയൽ ഫെലോഷിപ്പ്. നമ്മുടെ പേപ്പാൽ, നമ്മുടെ അല്ല അമേരിക്കക്കാരുടെ പേപ്പാൽ, അതിന്റെ ഓണർ, വൺ ഓഫ് ദി ഫൗണ്ടർ കൊടുക്കുന്ന ഒരു ഫെലോഷിപ്പാണ്. അതില് സബ്മിറ്റ് ചെയ്യും. അവനാണ് ഫസ്റ്റ് ഓയോക്ക് കൊടുത്തത് 100K എന്ന് വെച്ചാൽ 1,00,000 ഇന്ത്യൻ രൂപയല്ല, USD ഡോളേഴ്സ് കൊടുത്തു. അതിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ കാണുന്ന വൺ ഓഫ് ദി ലാർജസ്റ്റ് ഹോട്ടൽ ചെയിൻ ഓയോ ഉണ്ടായത്. അവരുടെ രജിസ്റ്റേർഡ് നെയിം ഒറാവൽ സ്റ്റേസ് എന്നാണ്. പിന്നെയാണ് അത് ഓയോ എന്നൊക്കെ അവർ റീബ്രാൻഡ് ചെയ്തത്. അങ്ങനെയുള്ളൊരു വളർച്ചയായിരുന്നു. 20 വയസ്സിൽ ബില്യണർ ആ മോഡായിരുന്നു റിതേഷ് അഗർവാൾ. പിന്നെ നമ്മളൊക്കെ 20 വയസ്സിൽ എന്ത് ചെയ്യായിരുന്നു നമുക്ക് വല്ല അറിയോ? പിന്നെ ഇത് കത്തിച്ചില്ല, കത്തിക്കണ്ടേ? അപ്പോ അങ്ങനെ പുള്ളി അത് സ്റ്റാർട്ട് ചെയ്തു. ഏതൊരു ബിസിനസ് ആയിരുന്ന പോലെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഈസി ഗോയിങ് പരിപാടിയൊന്നും ആയിരുന്നില്ല റിതേഷിന്. ലൈക്ക് അവരാൾ ആദ്യം എടുത്ത ഹോട്ടലുകാര് ഇവയാള് സെറ്റ് ചെയ്യുന്ന റൂം വേറെ ആൾക്കാർക്ക് മറിച്ചു വിടും. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്ന് അവസാനമാണ് ഇത് സ്ട്രീം ലൈൻ ആയിട്ട് വന്ന്. പിന്നെ ചെറിയ ഇതിലാണ് തുടങ്ങിയെങ്കിലും ഗ്രോത്ത് വളരെ വലുതായിരുന്നു. ഓയോയുടെ ഗ്രോത്ത് സ്കൈ റോക്കറ്റ് ലെവലിലേക്ക് കൊണ്ടുപോയത് ആദിത്യ ഘോഷ്. ഒരുപാട് പേര് ലീഡർ ബോർഡിലേക്ക് വന്നെങ്കിലും ആദിത്യ ഘോഷിന്റെ ഇൻട്രോ അതൊരു വലിയ അനൗൺസ്മെന്റ് തന്നെയായിരുന്നു. കാരണം ഞാനീ പറയുമ്പോൾ ആദിത്യ ഘോഷിനെ അറിയാവുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. പക്ഷെ അറിയാവുന്നവർക്ക് അറിയാം. ഇൻഡിഗോ ഫ്ലൈറ്റ്സിന്റെ ഫേസ് തന്നെ മാറ്റിയ ഒരാളാണ് ആദിത്യ ഘോഷ്. പിന്നെ ആദിത്യ ഘോഷിന്റെ ഇൻട്രോയോടുകൂടി കാരണം ലീഡർ ബോർഡ് കംപ്ലീറ്റ്ലി ചാർജപ്പ് ആയി. പിന്നെ ഓയോയുടെ ഡൊമസ്റ്റിക്കലി ആസ് വെൽ ആസ് ഇന്റർനാഷണലി സ്കൈ റോക്കറ്റ് ലെവലിലേക്കാണ് അവരുടെ പെനട്രേഷൻ പോയത്. കാരണം ഡൊമസ്റ്റിക്കലി എന്ന് പറയുമ്പോൾ 7 സ്റ്റാർ ഹോട്ടൽസ് വരെ ഓയോ വെഞ്ചർ ചെയ്തിരുന്നു. ഒരു സ്മോൾ മീഡിയം ബിസിനസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്റർനാഷണലി ചൈന മാർക്കറ്റിൽ Airbnb വരെ പിക്ചറിൽ നിന്ന് കംപ്ലീറ്റ്ലി അടിച്ച് തൂഫാനാക്കിയ ഒരു മോഡല് ഓയോ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. പിന്നെ ഓരോ ടൈം ഓയോക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു. കാരണം ഏതൊരു കമ്പനിക്കും ഡാർക്ക് സൈഡ്സ് ഉള്ള പോലെ തന്നെ ഓയോക്കും ഡാർക്ക് സൈഡ്സ് ഉണ്ട്. പിന്നെ ഇവിടെ കേരളത്തിൽ തന്നെ ഹോട്ടൽസും അവരൊക്കെ ഹോട്ടൽ അസോസിയേഷൻ ഓയോനെ ബാൻ ചെയ്യാൻ വരെ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല നമ്മുടെ സ്റ്റോറി. സോ ഇറ്റ് വാസ് ഓൾ അബൌട്ട് ആൻ അണ്ടർഡോഗ് സ്റ്റോറി. നമ്മളപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇഫ് യു ക്യാൻ സോൾവ് എ കോമൺ ഓഡിയൻസ് പ്രോബ്ലം, ഇത് ഇന്ത്യൻ മാർക്കറ്റാണ്, യു ഹാവ് ഓൾവേസ് ഗോട്ട് എ പൊട്ടൻഷ്യൽ. സോ തിങ്ക് ഔട്ട്സൈഡ് ദി ബോക്സ്. Do not think outside the box. Always think inside the box and just rock the mark.